ഇന്നത്തെ ദിവസം വീഡിയോയുടെ പെരുമഴയായിരിക്കും. എൻ്റെ അടുത്ത് ഞാൻ വിദ്യ വെറുതെ അഭ്യാസമാക്കരുത് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കുട്ടികളെ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. സർവൈവ് എന്താണ് സർവൈവൽ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ സർവൈവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മൾ കിടക്കുക മീൻസ് പണ്ട് നമ്മൾ കുട്ടികളാകുമ്പോൾ, തീരെ ചെറിയ കുട്ടിയാകുമ്പോൾ, പണ്ട് അച്ഛനമ്മമാർക്കൊക്കെ ഓരോ ജോലി ഉണ്ടാവും. ഈവൺ എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. എൻ്റെ അമ്മയ്ക്ക് അന്ന് തൊടിയിലൊക്കെ ഒരുപാട് പണിയുണ്ട്, പണിക്കാരുണ്ട്. അപ്പോൾ ഒരു ടൈം വെറുതെ ഇരിക്കാൻ സമയമില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിലപ്പോൾ മൂത്രത്തിലൊക്കെ കടന്ന് കളിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അതൊരു സർവൈവലാണ്. കാരണം ഈ മൂത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അണുക്കളുണ്ടാവും. സോ നമ്മൾ ആ വളരെ കുട്ടിക്കാലത്തെ പ്രതിരോധശേഷി നേടുകയാണ് അതിലൂടെ. ഇപ്പോൾ കുട്ടികളെ ഒന്ന് കരയിപ്പിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പോഴേക്കും ഓടി വന്ന് എടുക്കും. എന്താവും? കരച്ചിൽ കൂടിയാണ് പ്രതിരോധശേഷി കുട്ടികൾ നേടുന്നതെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ ഒരു തെരുവിൽ ജനിക്കുന്ന ഒരു കുട്ടി അവൻ തെരുവിൽ ജീവിക്കുമ്പോൾ അവനങ്ങനെ അത്ര പെട്ടെന്നൊന്നും അസുഖവും കാര്യങ്ങളൊന്നും വരില്ല. കാരണം എന്താ, അവർക്ക് അതേ കൊടുക്കാനുള്ളൂ. ആ രീതിക്ക് അവൻ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായുള്ള പ്രതിരോധശേഷി അവൻ നേടുകയാണ്. ഇന്ന് കുട്ടികളെ ഒന്ന് കരയിപ്പിക്കുക പോലും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ മനസ്സ് അത്രയും വീക്കാക്കണം. അതാണ് ഈ ചില കുട്ടികളൊക്കെ +1 +2 അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ മാർക്ക് വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ആ റീസണിലോട്ട് വരുന്നതിൻ്റെ ഒരു റീസണാണ്. ഇതാണ് ബേസിക് സർവൈവൽ. ആ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർവൈവൽ ഒന്നും ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം അവനെ ഒന്ന് കരയിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ഓടി വരികയാണ്, അവനെടുക്കുകയാണ്, അവൻ കരയുന്നില്ല, അവൻ പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നു. പണ്ടൊന്നും നമ്മൾ പറഞ്ഞ ഒരു സാധനം അപ്പോഴേ കിട്ടില്ല. ഇപ്പോൾ അച്ഛനോട് പറയാം, അച്ഛൻ എനിക്കൊരു ബാഗ് വേണം. ഇന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ 5ാം ക്ലാസ്സിൽ പറയുമായിരുന്നു. കാരണം എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിച്ചുള്ള ബാഗ് വളരെ മോശം ബാഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ തുറന്നാൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിൽ, എൻ്റെ അച്ഛനൊരു റബ്ബർ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ തുറന്ന് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ബാഗും കൊണ്ടുവരണം. അപ്പോൾ എനിക്കന്നൊരു സ്കൂബി ഡേ ബാഗ്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഭയങ്കര സംഭവമാണ് സ്കൂബി ഡേ ബാഗ്. അപ്പോൾ ആ സ്കൂബി ഡേ ബാഗ് ഞാൻ അച്ഛനോട് മേടിച്ചു തരണം പറഞ്ഞു. അപ്പോൾ അന്ന് അതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്കൊരു 100-200 ഉറുപ്പിയുടെ ഉള്ളിലുള്ളൊരു ബാഗ് കൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് തന്നെ സ്കൂബി ഡേ ബാഗ് അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബാഗാണ്. കാരണം എൻ്റെ കൂട്ടുകാരൻ സുജിത്തുണ്ട്, അവൻ്റെ ഒറിജിനൽ സ്കൂബി ഡേ ആയിരുന്നു. 400 ഉറുപ്പിക്കെങ്കിലും മേലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒറിജിനൽ സ്കൂബി ഡേ കിട്ടുള്ളൂ. ഇതിനൊരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാനന്ന് പത്രത്തിൽ കൂടി കണ്ട് അന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ 170 രൂപയിൽ ബാഗിൽ ഞാൻ തൃപ്തിപ്പെട്ടു. കാരണം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ ആ സ്കൂളിലേക്ക് അതൊരു ഉച്ച സമയത്താണ് കൊണ്ടുവരണേ. അപ്പോൾ ഞങ്ങൾ 5A പറയും, കടമ്പുറ സ്കൂളിൽ 5, ആ ബാക്കിലെ സൈഡിൽ കൂടി കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ എനിക്ക് ആ ബാഗ് തരുമ്പോൾ അത് ഒറിജിനൽ സ്കൂബി ഡേ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് യാതൊരു വിഷമം തോന്നില്ല. കാരണം എൻ്റെ അച്ഛനില്ല, അത് നടങ്ങാനുള്ള തൃപ്തി എനിക്കുണ്ടായിരുന്നു, ആ മനസ്സെനിക്കുണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെല്ലാം ചോദിക്കുന്ന മേടിച്ച് കൊടുത്ത് ചിലപ്പോൾ മൊബൈൽ കിട്ടിയില്ല എന്നുള്ള കാരണം കൊണ്ടുവരെ ചിലപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യും. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടുകളും അറിയിക്കുന്നില്ല. അവർ ചോദിക്കുന്ന എല്ലാം അങ്ങ് ചെയ്തു കൊടുത്ത്, ഇപ്പോൾ എല്ലാ നേരവും ചിക്കനും മീനും അങ്ങനെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുവിധം വീട്ടുകളിലെല്ലാം ചിക്കൻ മേടിച്ച ചിക്കൻ മാത്രമേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ചിക്കൻ, പന്നി, ഒരേ നേരം തന്നെ ഇതെല്ലാം കഴിക്കുക. ഇതെല്ലാം അവരുടെ ആഹാരം, എന്താ പറയുക, അവരുടെ ആരോഗ്യം മോശമാവാനും കാര്യമാവുന്നുണ്ട്. കാരണം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കുമ്പോൾ ആരോഗ്യം മോശമാവുക ചെയ്യുക. സർവൈവൽ ഇതൊക്കെ അതിൽപ്പെടും. ആരോഗ്യപരമായിട്ടും മെൻ്റൽ പരമായിട്ടും എല്ലാം സർവൈവലാണ്. ഇതിനൊന്നും ഇന്ന് കുട്ടികൾക്ക് യാതൊരു അവസരവും കൊടുക്കുന്നില്ല. ഒരു തരത്തിലുള്ള സർവൈവലും അവരെ പഠിപ്പിക്കുന്നില്ല. ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിൽ ശരി, മെൻ്റൽ പരമായിട്ടുള്ളതാണെങ്കിൽ ശരി. മെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടിക്കാലത്തെ കരച്ചിൽ മുതലായ കാര്യങ്ങൾ. അപ്പോൾ അതൊരു കാരണം ഇപ്പോൾ ഈ പണ്ട് തോൽപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. 1ാം ക്ലാസ്സിൽ മീൻസ് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ അന്ന് തോൽക്കായിരുന്നു. എൻ്റെ 1ാം ക്ലാസ്സിൽ ആരും തോൽപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എൻ്റെ കൂടെ പഠിച്ച് 1ാം ക്ലാസ്സിൽ ആരും തോറ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഓൾ പാസ്സായിരുന്നു. പക്ഷേ 2ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി തോറ്റത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിച്ചാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അവൻ കാരണം അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ അന്ന് ഈ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരെ വേദന അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങളിൽ നിന്നും മനക്കരുത്ത് നേടാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങളൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെയൊക്കെ പുറത്ത് നിർത്തുമ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തപ്പോൾ പുറത്ത് നിർത്തും നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ സുജേഷ് മാഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്, പുള്ളിക്കാരൻ വടിയും കൊണ്ടുവന്നൊക്കെ നല്ല അടിയാണ്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം പേടിയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നതൊക്കെ ആ ഒരു അടിയിൽ കൂടിയും
നമ്മളെ ചീത്ത പറയുന്നതിൽ കൂടി. ഇപ്പം ടീച്ചർമാർ നമ്മളെ ചീത്ത പറയുമ്പോഴൊക്കെയാണ് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കാനും അവരൊരു പേടിയും. ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്തൊരു ടീച്ചർ പേഴ്സണലി പറയുകയാണ്, ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ 5, 6, 7 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അവർ പറയുന്നത് കുട്ടികളെ ഒന്നും 1, 2 പേരെ പറഞ്ഞാൽ അടക്കിയിരുത്താൻ പറ്റുന്നുള്ളൂ, വേറെ ആരെയും പറഞ്ഞാൽ അടക്കിയിരുത്താൻ പറ്റുന്നവരില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇന്ന് സ്കൂളിൽ ചെന്നാൽ അടി കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്താ, ആരെയും പേടിയില്ല, ആരെയും ബഹുമാനമില്ല. വീട്ടിൽ നിന്ന് ഇപ്പോൾ അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞാൽ പേരെ കേസ് കൊടുക്കാം കുട്ടികൾക്ക്. എങ്ങനെയാണ് പിന്നെ ഇവർക്ക് കുട്ടികൾ നല്ല പൗരന്മാരായിട്ട് വളർന്നു തരിക? പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക വേണം. അപ്പോൾ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ, കുട്ടികളെ ചിലപ്പോൾ തല്ലണ്ടി വന്നാൽ ഒന്ന് തല്ലണം. ഇപ്പോൾ ഈ അച്ഛനെ ആ കുട്ടീനെ ഒന്ന് തല്ലിയാൽ ചോദിക്കാൻ ചെല്ലുന്ന അച്ഛനമ്മമാർ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ട് തല്ല് കൊണ്ടിട്ടില്ലേ? ഞാൻ ചോദിക്കുകയാണ്. പണ്ട് ഇവർ ടീച്ചർമാരുടെയൊക്കെ തല്ല് കൊണ്ടിട്ടുള്ള വന്നവർ തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാപിതാക്കളെ മാത്രമല്ല, ഗുരുവിനെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഗുരു ഒന്ന് തല്ലിയാൽ അത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഗുരു തല്ലിയിട്ട് ഒരു വിദ്യാർത്ഥിയും എൻ്റെ അറിവിൽ മരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. മനസ്സിലായല്ലേ? ഇനി അഥവാ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കണം എന്ന് കരുതിയിട്ട് ആരും ചെയ്യില്ല. ഒരു ഗുരുവും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബേസിക് ആയിട്ടുള്ള സർവൈവലൻസിന് കുട്ടികളെ പഠിപ്പിക്കണം. അവരെ ഇങ്ങനെ എല്ലാവരും ഓൾ പാസ്സാക്കിയിട്ട് ജയിപ്പിച്ചാൽ അവിടെ 99% ജയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കേട്ടത് ഇന്ന് കുട്ടികൾക്കൊന്നും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോലും പല സ്ഥലത്തും ചെല്ലുമ്പോൾ സംസാരിക്കാൻ അറിയില്ല എന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നു. അതിലെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. കാരണം ഈസി ആയിട്ടുള്ള ലാംഗ്വേജസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. പെട്ടെന്ന് സിമ്പിളായിട്ട് പഠിച്ച് പാസ്സായി പോവാം. പിന്നെ ഓൾ പാസ്സുമാണ്. ഇപ്പോൾ ഇവർക്ക് അത്രയേ അവർ അതിന് കെയർ കൊടുക്കുന്നുള്ളൂ. എന്തായാലും നമ്മൾ ജയിക്കുമല്ലോ. അങ്ങനെയൊന്നുമല്ല. മുന്നോട്ട് പോക്ക് എപ്പോഴും അവരവരെ കഴിവിനെ ആശ്രയിച്ചിട്ടിരിക്കണം. ആ കഴിവുള്ള വ്യക്തികളെ മാത്രമേ മുന്നോട്ട് വിടാൻ പാടുള്ളൂ. ചെറുപ്പം തൊട്ടേ ഇപ്പോൾ ഒന്നാം ക്ലാസ് ഇപ്പം ഞാൻ പറഞ്ഞു മുൻ വീഡിയോ പറഞ്ഞ പോലെ ആ മെയ് 2-ാം തീയതി 3-ാം തീയതി ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഞങ്ങളിവിടെ ചങ്കിടിച്ച് ചാവുക. ഒരു 26-ാം തീയതി ഏപ്രിൽ 26-ാം തീയതി ആയിക്കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങും. ഏപ്രിൽ 15 വരെ ടെൻഷനില്ല കേട്ടോ. വിഷു കഴിയും വരെ പണ്ട് ടെൻഷനൊന്നുമില്ല. അടിച്ച് പൊളിച്ച് വിഷു ആഘോഷിക്കും. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ആലോചിക്കും, ഈശ്വര ജയിക്കുമോ? ആ ഒരു ഓർമ്മ വരുമ്പോൾ നെഞ്ചിലൊരാളലാ. മനസ്സിലായില്ല? അത് തന്നെയാണ് സർവേക്ക്. ഇപ്പോൾ ഈ റിസൾട്ട് നോക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ടെൻഷൻ അടിച്ച് നമ്മൾ ചിലപ്പോൾ ഉറങ്ങുപോലുമില്ല. കാരണം അങ്ങനെ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ ബലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇന്നില്ല. ആരെയും പേടിയില്ല, ബഹുമാനവുമില്ല. കഥകളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, നീണ്ടുപോകും. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും എനിക്ക് റിപ്ലൈ തന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ സംഭവമായിട്ട് ഇതിൻ്റെ വരാം. താങ്ക് യു വെരി മച്ച്.